ഇല്ല ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത് ഓൺലൈനിൽ. ഇല്ല കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അവരെ ഇല്ല വരത്തില്ല. അപ്പൊ അഭിനയം വിട്ടതിന് ശേഷം ഇപ്പൊ മീനു ഫേസ്ബുക്കിൽ ഇക്കാര്യം ഉന്നയിച്ചു. എവിടെന്നെങ്കിലും ഒരു പിന്തുണ കിട്ടിയോ? മറ്റു വനിതാ നടിമാരുടെ ഭാഗത്തു നിന്നോ മറ്റോ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയിലിട്ടത് ഇട്ടു. അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഇത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് എന്നെ വിളിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ മീഡിയ എങ്ങനെ വരും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്ന് പറയാൻ തീരുമാനിച്ചു. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി, ഐ വാസ് റിയലി കീൻലി വാച്ചിങ് ആരൊക്കെയാണ് കംപ്ലൈൻറ്റ് വരുന്നത്, ആരൊക്കെയാണ് ഇതിനകത്തെ ആൾക്കാർ. എല്ലാവരുടെയും പേരിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കുട്ടി രേവതി എന്ന് പറഞ്ഞ കുട്ടി കരയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മോള് കരയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴും എൻ്റെ നെഞ്ച് പിടഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം മുകേഷ് ഇങ്ങനെ പറയുന്നു, അത് ഇറ്റ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ഇത് പൊളിറ്റിക്സിൻ്റെ എതിർ കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ദെൻ ഹിയർ ഐ ഹാവ് ടു റിയാക്ട്. സത്യം പുറത്തു പറയണം. അങ്ങനെ അങ്ങ് ചാമ്പ്യനായാൽ ശരിയാവത്തില്ലല്ലോ. സത്യം എല്ലാം ജനങ്ങൾ അറിയണം. അതുകൊണ്ട് കൊടുക്കും. മുന്നോട്ട് പോകും. നടന്മാരാരെങ്കിലും പിന്നീട് വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം? ഇല്ല. കാരണം ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വെറുത്തു. എന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒതുക്കി കളഞ്ഞവർ. പലരെയും പിന്നീട് ഈ സിനിമകളിലൊക്കെ തന്നെ സെറ്റുകൾ വെച്ച് കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അത് മുകേഷിനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ തിരിച്ച് അവർ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? കളിയാക്കലായിരുന്നു. നമ്മളെയൊന്നും ഇഷ്ടപ്പെടത്തില്ല, വലിയ വലിയ വമ്പൻസിനെ ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിയാക്കൽ കുത്തുവൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ്. കാരണം ഞാൻ ദുബായിൽ കുറേ നാൾ വർക്ക് ചെയ്ത് സെറ്റിലായതിനു ശേഷം ഇവിടെ വന്ന, എനിക്ക് സെറ്റിലായതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ്. അപ്പോൾ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും എന്നെപ്പെടുത്തുമായിരിക്കും. സെക്സ് എന്ന് വെച്ചാൽ അത് ഡിവൈനാണ്. അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഹാർട്ട്. പെട്ടെന്ന് ഒരാൾ ക്യാരക്ടർ തരാം, അല്ലെങ്കിൽ ക്യാഷ് തരാം, സ്വർണം തരാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും, ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റില്ല. പിന്നെ പലരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ സിറ്റുവേഷൻ കാരണമൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്നെനിക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവം. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ഇത് തമിഴ്നാട്ടിലാണ്. കാരണം അവർ പെണ്ണുങ്ങളെ അമ്മ എന്നുള്ള എന്നെ അമ്മയുടെ അങ്ങനെ വളരെ റെസ്പെക്റ്റ് തരുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി. ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത്, അവരാരും ശരീരം ചോദിച്ചിട്ടില്ല. ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം, അതുള്ളൂ. ജെന്യുവൻ, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി, കാശ് തരും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ മലയാളത്തിൽ അങ്ങനെയല്ല, ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ. അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് മൊത്തത്തിൽ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ആ കോൺഫിഡൻസ്. എനിക്കും അത് തന്നെയാണ് വന്നത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത്. പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിലിരയായിരിക്കുന്നത്. അപ്പോൾ അവർക്കിതൊരിക്കലും പുറത്ത് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ ഒന്ന്, അവരുടെ വീട്ടുകാർ വിടത്തില്ല. രണ്ട്, അവർ വിവാഹിതരാവേണ്ടവരാണ്. ഇത് പറഞ്ഞാൽ അവർക്ക് നല്ല കല്യാണം വരുമോ? അപ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും? അപ്പോൾ അവരെല്ലാം, എനിക്കറിയാം, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് തന്നെ ഇവിടെ പറയുന്നത്.